ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ കേരളത്തിൽ എല്ലായിടത്തും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വലിയ മുൻതൂക്കമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരു മുന്നണികളും വെപ്രാളത്തിലായിരിക്കുക. അതുകൊണ്ട് NDAക്കെതിരായ വ്യാപകമായ വ്യാജ പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥിയായ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെതിരെ നിരന്തരമായ വ്യാജ പ്രചരണത്തിന് നേതൃത്വം നൽകിയ UDF സ്ഥാനാർത്ഥി, ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ ശശി തരൂരിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശാസിച്ചിരിക്കുക. കേരളത്തിൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല ഒരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യ ശാസന നൽകുന്നത്. വ്യാജ പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയോട് ആവശ്യപ്പെട്ടിരിക്കുക. ഇത് കാണിക്കുന്നത് എല്ലാ മണ്ഡലങ്ങളിലും NDA വിജയിക്കുമെന്നുള്ള ഒരു സ്ഥിതി വന്നപ്പോൾ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട മാന്യതയും മര്യാദയും സാധാരണ നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഭാഗം തന്നെയാണ്. എതിർ സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക, കള്ളപ്രചരണം നടത്തുക എന്നുള്ളത് പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുക. കേരളത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പല സ്ഥാനാർത്ഥികളോടും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളിൽ ഏർപ്പെടരുത് എന്ന് പറയുകയാണ്, ശാസന നൽകുകയാണ്. ഇത് കാണിക്കുന്നത് NDAയുടെ മുന്നേറ്റത്തിൽ മുന്നണികൾ വെപ്രാളത്തിലായിരിക്കും. NDA ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രകടന പത്രിക പുറത്തു വന്നതോടുകൂടി വോട്ടർമാർക്ക് കാര്യങ്ങളെല്ലാം ബോധ്യമായി. കോൺഗ്രസിൻ്റെയും CPMൻ്റെയും പ്രകടന പത്രികകളിൽ അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് PML ആക്ട് എടുത്തു കളയും, കള്ളപ്പണ നിരോധന നിയമം എടുത്തു കളയും, കേന്ദ്ര ഏജൻസികളെ ശരിയാക്കും. ഇതൊക്കെയാണ് അവരുടെ വാഗ്ദാനങ്ങൾ. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സൗജന്യ ചികിത്സ. ഇന്ത്യയെ പോലൊരു രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണത്. 5 ലക്ഷം രൂപ വരെയുള്ള ആയുഷ്മാൻ പദ്ധതി ഈ രാജ്യത്ത് നടപ്പാക്കി കാണിച്ചു വന്നിട്ടുള്ള ആളാണ് പ്രധാനമന്ത്രി. ദാരിദ്ര്യരേഖ താഴെയുള്ളവർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള ആയുഷ്മാൻ ഭാരത് പദ്ധതി മോദി നടപ്പാക്കി വിജയിച്ചിട്ടുള്ള പദ്ധതിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ആരോഗ്യ പദ്ധതിയാണ്. ഒബാമയുടെ പദ്ധതിയെ കടത്തിവെട്ടുന്ന ആരോഗ്യ പദ്ധതിയാണ്. ഇതുവരെ അത് ദാരിദ്ര്യരേഖ താഴെയുള്ളവരുടെ മാത്രമായിരുന്നു. ഇനിയിപ്പോൾ എല്ലാ പൗരന്മാർക്കും, മുതിർന്ന പൗരന്മാർക്കെല്ലാം അത് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിരിക്കുക. ഇങ്ങനെയുള്ള വികസന പ്രശ്നങ്ങളാണ് മോദി ചർച്ച ചെയ്തത്.